ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ് NMMS ലെക്ചർ സീരീസ്. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഈ 2 ചാപ്റ്ററുകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൂ വർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സീ? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രാൻസ്. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്. നമുക്കറിയാം, പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡോ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. 1498 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തിയത്. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമത്തിൽ പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നിട്ടുള്ളത്, പിന്നീട് വന്നത് ഡച്ചുകാരാണ്, പിന്നീട് വന്നത് ബ്രിട്ടീഷ്, പിന്നെ വന്നത് ഫ്രാൻസുകാരുമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വാസ് ദ മേജർ സെന്റർ ഓഫ് ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ? ഏഷ്യയും യൂറോപ്പും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന കേന്ദ്രം എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് വാസ് ദ പ്രൈമറി ഹബ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് were not the ships included in വാസ്കോഡോ ഗാമാസ് ഫ്ലീറ്റ്? വാസ്കോഡോ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത കപ്പലുകൾ ഏതെല്ലാം എന്നാണ് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്നത് സാവോ ഗബ്രിയോൽ, സാവോ റാഫേൽ, ബെറിയോ, സാവോ അറ്റ്ലാന്റ. ഇതിൽ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ ഈ 3 കപ്പലുകളും വാസ്കോഡോ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ സാവോ അറ്റ്ലാന്റയാണ് ആൻസർ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വാസ്കോഡോ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്ന കപ്പലുകൾ ഏതൊക്കെയാണെന്നാണ്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ ഈ 3 കപ്പലുകളാണ് വാസ്കോഡോ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്ത നാവിക തലവൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹു വാസ് ദ നേവൽ കമാൻഡർ ഹു ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ചാലിയം ഫോർട്ട്? ചാലിയൻകോട്ട പിടിച്ചെടുത്ത നാവിക തലവൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് കുഞ്ഞാലിമരക്കാർ 3 ആണ്. കുഞ്ഞാലിമരക്കാർ എന്നുള്ളത് സാമൂതിരിയുടെ നാവിക തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലിമരക്കാർ. 4 കുഞ്ഞാലിമരക്കാറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ കുഞ്ഞാലിമരക്കാരാണ് ചാലിയൻകോട്ട പിടിച്ചെടുത്തത്. 1571 ചാലിയൻകോട്ട പിടിച്ചെടുത്തത്. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ടേക്ക് പ്ലേസ്? 1741 കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണിത്. 1741 നടന്നത്. ഈ ഡച്ചുകാർ ഇതിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാറ്റിൽ ഓഫ് കുളച്ചലാണ് ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് ശക്തി അല്ലെങ്കിൽ ഒരു വിദേശ ശക്തി ഇന്ത്യക്കാരോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? വാട്ട് ഈസ് ഹോർത്തൂസ് മലബാറിക്കസ്? ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഒരു കൃതിയാണ് അല്ലേ. മലബാറിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇത് ഡച്ചുകാരുടെ സംഭാവനയാണ്. ഡച്ചുകാരനായിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് ആണ് ഇതിന് ഈ ഒരു രചനയ്ക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. ഇതിന് സഹായിച്ച ഇന്ത്യക്കാരനാണ് വൈദ്യൻ ഇട്ടി അച്യുതൻ എന്ന വൈദ്യനാണ് ഈ ഒരു എഴുത്തിന് അദ്ദേഹത്തെ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കൃതിയിൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയിൽ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരാണ് ഇത് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഗവർണർ ഹെൻറിക് വാൻ റീഡ് ആണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് വൈദ്യൻ ഇട്ടി അച്യുതനാണ്. പിന്നെ മലയാള അക്ഷരങ്ങൾ ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന ഒരു പുസ്തകം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആരൊക്കെ തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ബിറ്റ്വീൻ ഹൂം വെർ ദ കർണാട്ടിക് വാസ് ആർ ഫോർട്ട്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് വാസ് എന്ന് പറയുന്നത്. ഇതിൽ 3 യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ്. ഇൻ വിച്ച് ഇയർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ്?
എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് വാസ് സ്റ്റെബിലൈസ്ഡ് ദി ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ? പ്ലാസി യുദ്ധം, കർണാട്ടിക് യുദ്ധം, ബക്സാർ യുദ്ധം. ഇതിലേത് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സുസ്ഥിരമാക്കിയത് അതോ സ്ഥിരമാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബക്സാർ യുദ്ധം, ബാറ്റിൽ ഓഫ് ബക്സാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഇവന്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. 1757 നടന്നിട്ടുള്ളത്. ബംഗാൾ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലൈവും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഈ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത് 1764 നടന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യൻ ഭരണാധികാരികളായിട്ടുള്ള മീർ കാസിം, ഷുജാഉദ്ദൗള, ഷാ ആലം സെക്കൻഡ് ഇവരുടെ മൂന്ന് പേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആർമിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ. ഇത് 1764 നടന്നിട്ടുള്ളത്. ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ശക്തമായിട്ടുള്ള അടിത്തറയേകിയത്. ഇൻ വിച്ച് ആംഗ്ലോ മൈസൂർ വാർ? ഏത് ആംഗ്ലോ മൈസൂർ വാറിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ യുദ്ധം, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ യുദ്ധം, ഫോർത്ത് ആംഗ്ലോ മൈസൂർ യുദ്ധം. പ്രധാനമായിട്ടും 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഫോർത്ത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1799 നാലാം മൈസൂർ യുദ്ധം നടന്നിട്ടുള്ളത്. ഈ 1799 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ മൈസൂർ രാജാക്കന്മാരായിട്ടുള്ള ടിപ്പു സുൽത്താനും ഹൈദരലിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മൈസൂർ വാർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആനന്ദമഠം എന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇപ്പം ആനന്ദമഠം എന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹം ബംഗാളി ജനത അനുഭവിച്ച ദുരിതങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഈ ആനന്ദമഠം എന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, എന്ന നോവലാണ്, അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് വിപ്ലവകാരികൾക്ക് വലിയ ആവേശം നൽകിയ ഒരു ഗാനമാണ് വന്ദേ മാതരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് 2000 പടയാളികളെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൻഡ് മീ 2000 സോൾജേഴ്സ് ആൻഡ് ഐ വിൽ കോൺക്വർ ഇന്ത്യ. ഹൂസ് വേർഡ്സ് ആർ ദിസ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിട്ടുള്ള റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ്. അദ്ദേഹം പ്ലാസി യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് ഇദ്ദേഹമാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ആണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് 2000 പടയാളികളെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്നുള്ളത് റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധി സെ പഹലെ ഗാന്ധി എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്ബാൽ ദുറാനിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി എന്ന ബുക്കിന്റെ ഓതർ. അത് ഈ പ്രശസ്ത ഗോത്രവർഗ നേതാവായ ബിർസ മുണ്ടയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയിട്ട് ആണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. ബിർസ മുണ്ട ആരാന്നറിയോ? മുണ്ട കലാപത്തിന്, ബ്രിട്ടീഷ് ഭരണത്തിനും ചൂഷണത്തിനും എതിരെ നടന്ന മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ബിർസ മുണ്ട. 1899-900 ഈ ഒരു കാലഘട്ടത്തിലാണ് മുണ്ട കലാപം നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നിട്ടുള്ള ഒരു ഗോത്ര കലാപമാണ് മുണ്ട കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ബിർസ മുണ്ട. അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ട് രചിച്ചിട്ടുള്ളതാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി എന്ന കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദി ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ബിൽറ്റ് ഇൻ ഇന്ത്യ ആൻഡ് വെർ വാസ് ഇറ്റ് ലൊക്കേറ്റഡ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതായിരുന്നു? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് മാനുവൽ ഫോർട്ട്. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിർമ്മിച്ചിട്ടുള്ള മാനുവൽ കോട്ടയാണ് ഇന്ത്യയുടെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത്. വിച്ച് ട്രീറ്റി ഗേവ് ദ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ മലബാർ? ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓർത്തു വെക്കുക, 1792 നടന്നിട്ടുള്ള ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായത്. ഇത് നടന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആംഗ്ലോ മൈസൂർ ഇറ്റ് വാസ് സൈൻഡ് ആഫ്റ്റർ ടിപ്പു സുൽത്താൻ വാസ് ഡിഫീറ്റഡ് ഇൻ ദി തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതിനെ തുടർന്നിട്ടാണ് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി അദ്ദേഹത്തിന് ഒപ്പുവെക്കേണ്ടി വന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫ്രഞ്ച് ഗവർണർ ഡ്യൂറിങ് ദി ഫസ്റ്റ് കർണാട്ടിക് വാർ? ആദ്യത്തെ കർണാട്ടിക് വാറിന്റെ സമയത്തുള്ള ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഫ്രഞ്ചുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തെയാണ് കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഗവർണർ ആയിരുന്നത് ഡ്യൂപ്ലെ ആയിരുന്നു. ഡ്യൂപ്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാറ്റിൽ സ്റ്റെബിലൈസ്ഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബാറ്റിൽ ഓഫ് ബക്സർ യുദ്ധം. ബക്സർ യുദ്ധത്തിൽ 1764 നടന്ന ബക്സർ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിലെ ആധിപത്യം നേടിയത്. ദ ബ്രിട്ടീഷ് ഫോഴ്സസ് വെർ ലെഡ് ബൈ ഹെക്ടർ മൺറോ. ഹെക്ടർ മൺറോ നയിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഫോഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ റൂളേഴ്സ് ആയിട്ടുള്ള മീർ കാസിം, ഷുജാഉദ്ദൗള ആൻഡ് ഷാ ആലം സെക്കൻഡ്, ഇവർ 3 പേരും കൂടി നയിച്ച ഇന്ത്യൻ ഫോഴ്സും ഹെക്ടർ മൺറോ നയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാറ്റിൽ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. ജൂൺ 23, 1757 ജൂൺ 23 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. നമ്മൾ പറഞ്ഞു സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു പാസ്ഡ് ദ ലോ ടു അബോളിഷ് സതി ഇൻ 1829? 1829 സതി നിർത്തലാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോർഡ് വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയത്. 1829 ഈ നിയമം പാസ്സാക്കിയത്. നമുക്കറിയാം സതി എന്നുള്ള ഒരു ദുരാചാരം നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോർഡ് വില്യം ബെന്റിക് ആണ് ഈ സതി നിർത്തലാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയത്. 1829 ഓർത്തു വെക്കുക. ഹു വാസ് ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആരായിരുന്നു? കാനിങ് പ്രഭു. ലോർഡ് കാനിങ് ആണ് ഇതിന് ആൻസർ വരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് മെക്കാളെ പ്രഭു. ലോർഡ് മെക്കാളെ ആണ് ഇതിന് ആൻസർ വരുന്നത്. അദ്ദേഹമാണ് ഇത് നടപ്പിലാക്കിയത്. വില്യം ബെന്റിക് പ്രഭുവിന്റെ ഭരണകാലത്താണ് നടപ്പിലാക്കിയത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ തുടക്കമിട്ടത് ലോർഡ് മെക്കാളെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് ദി മലബാർ റിബല്യൻ? മലബാർ കലാപം നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1921 എല്ലാവർക്കും ഓർത്തു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1921 മലബാർ കലാപം നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ്, ദാദാഭായ് നവറോജി, ജവഹർലാൽ നെഹ്റു. ആരായിരിക്കും? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി ആണ് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കിൻ്റെ പേരാണ് ഗ്രാൻഡ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പത്തിനെ ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിച്ചത് ഈ ബുക്കിലാണ്. അതിന് പറയുന്ന പേരാണ് ചോർച്ചാർജ് സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. ഈ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ്. പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ കൂടാതെ ആർ സി ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഇവർ 3 പേരും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട നേതാക്കളാണ് ആർ സി ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ, ദാദാഭായ് നവറോജി. ഇവർ 3 പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ സോഷ്യൽ റിഫോമർ ഹു സ്റ്റാർട്ടഡ് ഇന്ത്യൻ ജേർണലിസം? ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജാറാം മോഹൻ റായ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതും രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് he is considered the pioneer of social reforms in India. He played a major role in abolition of സതി. സതി നിരോധിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് രാജാറാം മോഹൻ റായ്. ഹി സ്റ്റാർട്ടഡ് ദ ബ്രഹ്മസമാജ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്. ബ്രഹ്മസമാജ് എന്ന പേരിൽ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള മിറാത്തുൽ അക്ബറും ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ള സമ്പാദ് കൗമുദിയും അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പേഴ്സാണ്. രാജാറാം മോഹൻ റായിയുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ തന്നെ സതി നിർത്തലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകൂടിയാണ്. പിന്നെ ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി, ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ 2 ന്യൂസ് പേപ്പേഴ്സിന് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു റോട്ട് ദ പ്ലേ നീൽ ദർപ്പൺ? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ, ദാദാഭായ് നവറോജി, ദിനബന്ധു മിത്ര, രാജാറാം മോഹൻ റായ്. ഇതിൽ ആരാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ദിനബന്ധു മിത്രയാണ്. ഇത് 1860 എഴുതിയിട്ടുള്ളത്. റിട്ടൺ ഇൻ 1860. ദിസ് പ്ലേ ഡെപിക്ട്സ് ദ മിസറീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ഒരു നാടകം രചിച്ചിട്ടുള്ളത്. 1860 രചിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാർ അനുഭവിച്ച ചൂഷണങ്ങളും അതിനെതിരെ പൊരുതേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ഇംപ്ലിമെന്റഡ് ദ വെർനാക്കുലാർ പ്രസ് ആക്ട്? നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ലോർഡ് ലിട്ടൺ ആണ്. ലിട്ടൺ പ്രഭുവാണ് വെർനാക്കുലാർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമം വെർനാക്കുലാർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ലോർഡ് ലിട്ടൺ. 1878 അദ്ദേഹം ഇത് നടപ്പിലാക്കിയത്. ടു കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ട് ലോക്കൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പേഴ്സ്. ലോക്കൽ പത്രങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഫൗണ്ടഡ് ദ ഓർഗനൈസേഷൻ സത്യശോധക് സമാജ്? സത്യശോധക് സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജ്യോതിറാവ് ഫൂലെ ആണ് ആൻസർ വരുന്നത്. ജ്യോതിറാവ് ഫൂലെ, സത്യശോധക് സമാജ്. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ സഹായിക്കാനാണ് അദ്ദേഹം ഈ സംഘടനയിലൂടെ ശ്രമിച്ചത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. മഹാത്മാ എന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വിളിച്ച ആളാണ് ജ്യോതിറാവ് ഫൂലെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് സാവിത്രിബായി ഫൂലെ. ഇവരും അദ്ദേഹത്തോടൊപ്പം തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് ആര്യ മഹിളാ സമാജം? ആര്യ മഹിളാ സമാജം എന്ന ഓർഗനൈസേഷന് രൂപം നൽകിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പണ്ഡിത രമാബായി. ഓർത്തു വെക്കുക. ആര്യ മഹിള എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലേ? അതുപോലെ തന്നെ പണ്ഡിറ്റ് എന്നല്ലേ പുരുഷന്മാരെ പറയാ, പണ്ഡിത. അപ്പൊ അതും ആലോചിച്ച് വെച്ചാൽ മതി. പണ്ഡിത രമാബായി ആണ് ആര്യ മഹിളാ സമാജം എന്ന ഓർഗനൈസേഷന് രൂപം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിധവകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ആര്യ മഹിളാ സമാജം എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുക്തി മിഷൻ എന്ന മറ്റൊരു ഓർഗനൈസേഷനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ പ്രൊവൈഡിങ് വൊക്കേഷണൽ ട്രെയിനിങ് ടു വുമൺ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് മുക്തി മിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ശാരദാ സദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭാവന കൂടി അവർ ചെയ്തിട്ടുണ്ട്. വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഷെൽട്ടറാണ് ശാരദാ സദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആൻഡ് വേർ വാസ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടഡ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപീകൃതമായത്. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിലൂടെയാണ്
INCക്ക് രൂപം കൊള്ളുന്നത്. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നത് WC ബാനർജി ആയിരുന്നു. ഓർത്തു വെക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ WC ബാനർജി ആയിരുന്നു. ആൻസർ വരുന്നത് WC ബാനർജി ആയിരുന്നു. ഈ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് AO ഹ്യൂം ആണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ് പറയപ്പെടുന്നത് ഫുൾ നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് സർ C ശങ്കരൻ നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. RC ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മലയാളി. 1897 അമരാവതി സെഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു കമ്പോസ്ഡ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോണാർ ബംഗ്ല? അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചിട്ടുള്ളത്. 1905 നടന്ന പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനത്തിന്റെ സമയത്ത് ഈ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ മോഡറേറ്റ് ലീഡർ എമംഗ് ദി ഫോളോയിങ്? താഴെ പറയുന്നവയിൽ മിതവാദിയായ നേതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിൽ മോഡറേറ്റ് മിതവാദി, എക്സ്ട്രീമിസ്റ്റ് പറഞ്ഞാൽ എന്താ, തീവ്ര ദേശീയവാദികളുണ്ട് മിതവാദികളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിച്ചപ്പോൾ അതിൽ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ടായിരുന്നു, മിതവാദികളും ഉണ്ടായിരുന്നു, മിതദേശീയവാദികളും ഉണ്ടായിരുന്നു, തീവ്ര ദേശീയവാദികളും ഉണ്ടായിരുന്നു. അതിൽ മിതവാദിയായ ലീഡർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആൻസർ വരുന്നത്. ബാക്കി 3 പേരും എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു, അഥവാ തീവ്ര ദേശീയവാദികളായിരുന്നു. അവർക്ക് മിതവാദികളുടെ നയം എന്തായിരുന്നു എന്ന് വെച്ചാൽ പീസ്ഫുൾ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് ആയിട്ടുള്ള ഒരു റെവല്യൂഷനിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ റെവല്യൂഷനിലൂടെ പീസ്ഫുൾ ആയിട്ടൊന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനാവില്ല, നേരിട്ടുള്ള അറ്റാക്കുകളിലൂടെ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് വരുന്നവരായിരുന്നു എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ടവരായിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് ഒക്കെ. അപ്പം മിതവാദി പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. മിതവാദികൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദ മുസ്ലിം ലീഗ് ഫോംഡ്? മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ വേർ ദ മിന്റോ മോർലി റിഫോംസ് ഇംപ്ലിമെന്റഡ്? മിന്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1909 മിന്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് അവരെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആനി ബസന്റ് ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ആനി ബസന്റ്. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇവർ നയിച്ച ഒരു പ്രധാന സംഘടനയായിരുന്നു ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഹോം റൂൾ ലീഗ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേർ വാസ് ദി 1916 കോൺഗ്രസ് സെഷൻ ഹെൽഡ്? 1916 കോൺഗ്രസ് വാർഷിക സമ്മേളനം എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു കോൺഗ്രസ് സെഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും റീയൂണൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിച്ചിട്ടുണ്ടായിരുന്നു, മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും ആയിട്ടുണ്ടായിരുന്നു, മിതവാദികളും തീവ്ര ദേശീയവാദികളുമായിട്ടും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ റീയൂണൈറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒന്നും കൂടി ഒരുമിച്ച ഒരു സെഷൻ കൂടിയായിരുന്നു ലക്നൌവിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. 1916 കോൺഗ്രസ് സെഷനാണ് ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് വാസ് ദ ഫസ്റ്റ് മിലിറ്ററി മ്യൂട്ടിനി ഇൻ ഇന്ത്യ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ആൻസർ വരുന്നത് വെല്ലൂർ കലാപമാണ്. വെല്ലൂർ മ്യൂട്ടിനിയാണ് തമിഴ്നാട്ടിൽ വെച്ച് നടന്നിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന്, ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. 1806 വെല്ലൂർ കലാപം നടന്നത് 1806 ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അടച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം ഒരു കാരണമായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കാനാണ്. ഇതിൽ കുറച്ച് ഓർഗനൈസേഷൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ റിഫോമേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ബ്രഹ്മസമാജം ആരതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രഹ്മസമാജം ആരതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മസമാജം എന്നുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ് രാജാറാം മോഹൻ റോയുടേതായിരുന്നു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ടൂരാങ്ക ആയിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യമഹിളാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയും രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനുമായിരുന്നു. ഇത് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനായിരുന്നു ആത്മാറാം പണ്ടൂരാങ്ക്. ആത്മാറാം പണ്ടൂരങ്കാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ. ആര്യ സമാജം എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയും അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന സംഘടനയുടെ സ്ഥാപകരായിരുന്നു മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ ഹിതകാരിണി സമാജം വീരശലിംഗം പന്തുലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP എല്ലാവർക്കും അറിയാമായിരിക്കും. ശ്രീനാരായണ ഗുരുവാണ് അതിൻ്റെ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സാധുജന പരിപാലന സംഘം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി, ബൈ.